തൃശൂർ ചിരാച്ചിയിൽ KSRTC ബസ് ഇടിച്ച് രണ്ടുപേർ മരിച്ച സംഭവത്തിൽ അപകട കാരണം ബസിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചക്കുറവാണെന്ന് പരാതി. ഹെഡ്ലൈറ്റിന് തകരാറുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങൾ 24-ന്. ഈ പരാതിയിൽ ഇടപെട്ട ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ തകരാർ അടിയന്തരമായി പരിഹരിക്കാൻ നിർദ്ദേശം കൊടുത്തു. അതേസമയം അറ്റകുറ്റപ്പണികളെ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്ന് ജീവനക്കാർ ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഒരു KS 369 എന്ന് പറഞ്ഞ ബസ്സാണ് മറ്റേ ഈ ചിയാരത്ത് വെച്ച് തൃശ്ശൂർ ചിയാരത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. നമ്മൾ ഈ ബസ് വന്ന ഏകദേശം ഒരു വർഷത്തിനടുത്തായിട്ടുണ്ടാവും. ആ ബസ്സിന് ഹെഡ്ലൈറ്റിന് വെട്ടമില്ല, ഈ മറ്റേ ഹെഡ്ലൈറ്റ് വെച്ചിട്ട് നമുക്ക് സർവീസ് പോകാൻ കഴിയില്ല എന്നും പറഞ്ഞ് ലോഗ് ബുക്കിലൊക്കെ ഇത് എഴുതുകയും അത് മറ്റേ അവർ നേരെയാക്കാത്തതുകൊണ്ട് നമ്മൾ മന്ത്രി ഗണേഷ് കുമാർ സാറിന് വരെ നമ്മൾ മറ്റേ പരാതി കൊടുത്തതാണ്. പക്ഷേ അത് ഉദ്യോഗസ്ഥ തലത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതെല്ലാം അട്ടിമറിക്കപ്പെട്ടു. മന്ത്രി ഒരിക്കൽ പാലക്കാട് ഡിപ്പോയിൽ വന്നപ്പോൾ ഇത് മെയിൻ്റനൻസിന് പ്രത്യേക ബുക്ക് വയ്ക്കണമെന്നും മെയിൻ്റനൻസിൻ്റെ പ്രശ്നം കൊണ്ട് ഒരു അപകടം പോലും ഉണ്ടായിരുന്നത് കർശന നിർദ്ദേശം കൊടുത്തതാണ്. പക്ഷേ അതെല്ലാം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. അത് സ്വിഫ്റ്റിനെ തകർക്കുക എന്നുള്ളൊരു ഗൂഢലക്ഷ്യം ഉണ്ടോ എന്ന് സംശയമുണ്ട്. പല പ്രാവശ്യമായിട്ടും പാലക്കാട് നിന്ന് പോയി തിരുവനന്തപുരം സർവീസിൽ പോകുന്ന മറ്റുള്ള ഡിപ്പോകളിൽ നമ്മുടെ പാലക്കാട് വണ്ടികൾ ഡിപ്പോയിൽ കയറ്റി വണ്ടി നിർത്തി സർവീസ് വേറെ വണ്ടിക്ക് പകരം മാറ്റുകയും അല്ലെങ്കിൽ പകരം ആൾക്കാരിനെ വേറെ വണ്ടിയിൽ കയറ്റിവിട്ട് തിരിച്ച് ഞങ്ങൾ പാലക്കാട് വരിക അവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ട്. മെയിൻ്റനൻസ് വളരെ രൂക്ഷമായിട്ട് ചെയ്യാത്തുള്ള ഭയങ്കര ഒരു കുറവ് തന്നെയാണ്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജീവ് വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. സൂരജ്, വിവരങ്ങൾ. SKN ഒരു വർഷത്തോളമായി ഈ ലൈറ്റിന്റെ പ്രശ്നം സംബന്ധിച്ച് ജീവനക്കാർ ഉൾപ്പെടെ പരാതി പറഞ്ഞതാണ്. അവരുടെ ഈ പരാതികൾ എഴുതുന്ന ബുക്കിലടക്കം ഇവർ പലതവണ ഇത് രേഖപ്പെടുത്തി. അതിന്റെ ദൃശ്യങ്ങളടക്കം നമ്മളിപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ ബസ്സിന് വെളിച്ചക്കുറവുണ്ട്, ഈ ബസ്സുമായി യാത്ര തുടർന്നാൽ അപകടം ഉണ്ടാകുമെന്ന് പലതവണ ഇതിലെ ഡ്രൈവർമാരും കണ്ടക്ടറും ഉൾപ്പെടെ പരാതി നൽകുന്നു. അങ്ങനെ മന്ത്രി ഇടപെട്ടുകൊണ്ട് KB ഗണേഷ് കുമാർ ഇടപെട്ടുകൊണ്ട് അടിയന്തരമായി വണ്ടിയുടെ തകരാർ പരിഹരിക്കണം എന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. മന്ത്രി ഗണേഷ് കുമാർ അധികാരത്തിലേറിയത് മുതൽ തന്നെ ഈ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഈ വാഹനം ഓടിക്കാൻ പാടുള്ളൂ എന്ന കർശന നിർദ്ദേശം മന്ത്രി നൽകിയതാണ്. പക്ഷേ ഈ മന്ത്രിയുടെ നിർദ്ദേശം ഉദ്യോഗസ്ഥ തലത്തിൽ അട്ടിമറിക്കപ്പെട്ടതാണ് ഈ രണ്ട് ജീവനുകൾ പൊലിയുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ജീവനക്കാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം 5:45 തൃശ്ശൂർ KSRTCയിൽ നിന്ന് ഈ ബസ് പുറപ്പെടുന്നത്. 5:45 പുറപ്പെടുന്നു. രാവിലെ ഇപ്പോൾ ഈ വെളിച്ചമായി വരണമെങ്കിൽ കുറച്ച് സമയമൊക്കെ എടുക്കും. SKN 6 മണിക്ക് ശേഷമാണ് ഈ ബസ് അപകടത്തിൽപ്പെടുന്നത്. ആ സമയത്ത് ഈ റോഡിൽ ഒരു തരത്തിലുള്ള ദൃശ്യവും ഉണ്ടായിരുന്നില്ല. അതായത് റോഡ് നമുക്ക് കാണാവുന്ന നിലയിലായിരുന്നില്ല. ഈ വാഹനത്തിന്റെ വെളിച്ചക്കുറവ് മൂലം ഇടത്തുവശത്തു കൂടി നടന്നു പോവുകയായിരുന്ന രണ്ടുപേരെ ഇവർക്ക്, ഈ ബസ് ഓടിക്കുന്ന ആൾക്ക് സ്വാഭാവികമായും കാണാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അങ്ങനെയാണ് ഈ റോഡിലൂടെ നടന്നുപോയ കാൽനടയായി പോയ രണ്ടുപേരെ ഇടിക്കുന്നതും പിന്നീട് അവർ ഈ തൽക്ഷണം മരിക്കുന്നതിലേക്ക് നയിച്ചത്. KSRTC സ്വിഫ്റ്റ് ബസ്സായിരുന്നു ഈ അപകടത്തിൽപ്പെട്ടത്. ആ ബസ് അപകടത്തിൽപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. രാത്രി ഈ ബസ് പോകുന്ന സമയത്ത് ഒരു തരത്തിലും റോഡ് നല്ല രീതിയിൽ അവർക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ള ആ ദൃശ്യത്തിൽ തന്നെ വ്യക്തമാണ്. പ്രത്യേകിച്ച് ഇടത്തുവശത്തു കൂടി ആരെങ്കിലും നടന്നു പോയാൽ പോലും കാണാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഇത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ മന്ത്രി പറയുന്നു, അടിയന്തരമായി തകരാറുകൾ പരിഹരിക്കണം. അത് ഈ ബസ്സിന്റെ മാത്രമല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള ബസ്സുകളുടെ ഒക്കെ അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മാത്രമേ ഈ വാഹനം നിരത്തിലിറക്കാവൂ എന്ന സംസ്ഥാനത്തെ മന്ത്രി നിർദ്ദേശം നൽകിയിട്ട് പോലും അത് അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ് സ്വിഫ്റ്റ് ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. SKN കഴിഞ്ഞ ഏതാനും നാളുകളായി സ്വിഫ്റ്റ് വലിയ ലാഭത്തിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വിഫ്റ്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുണ്ടാകുന്നതെന്നുള്ളതാണ് ഇവരുടെ ആരോപണം. SKN. ഓക്കെ, താങ്ക് യു സൂരജ് സജീവ്.